നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റൈസർ അവസാനം പൊങ്ങിയിരിക്കുന്നു. നമ്മൾ വിലയിരുത്തിയതിനേക്കാൾ ഏറെ ഉയരത്തിലാണ് UDFന്റെ തേരോട്ടം എന്ന് തന്നെ പറയണം, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ വരുന്ന കണക്കുകൾ, ട്രെൻഡുകൾ നോക്കുകയാണെങ്കിൽ 2026 അതായത് UDFനെ കാക്കാൻ ഇവിടെ കേരളത്തിലെ ജനങ്ങളുണ്ട് എന്നൊരു തോന്നൽ ഇപ്പോഴത്തെ ട്രെൻഡുകൾ മാറി മറിയുന്നതനുസരിച്ച് കാണുന്നു. പല CPMന്റെ കോട്ടകൊത്തളങ്ങളും രാഹുൽ രവീന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇളകി മറിയുന്ന സാധ്യത. നമ്മൾ തോക്കുമെന്ന് കരുതിയിരുന്ന സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ജയിക്കുന്നു. കോർപ്പറേഷൻ എടുത്ത് നോക്കിയാൽ 4 കോർപ്പറേഷനുകൾ നിലവിൽ ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരം ഏകദേശം BJP ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യം മാറി മറിയാം. ഒരിടത്ത് മാത്രമാണ് LDFന് മേൽക്കൈയുള്ളത്. മുനിസിപ്പാലിറ്റികളിൽ നോക്കിയാൽ കോർപ്പറേഷനിൽ കോഴിക്കോട് 48 വർഷമായി LDF ഭരിക്കുന്ന കോഴിക്കോട് മാത്രമാണ് LDFന് ലീഡ് ഉള്ളത്. അതും വളരെ കുറവാണ്. സീറ്റുകളുടെ ലീഡ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇത് വളരെ അലാമിംഗ് ആയിട്ടുള്ളൊരു, ആരും ആഗ്രഹിച്ചിരുന്നു പക്ഷെ പ്രതീക്ഷിക്കാത്ത ഒരു വിജയം എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും. മുനിസിപ്പാലിറ്റി 86 എണ്ണം ഉള്ളതിൽ 30 എണ്ണം LDF, 53 എണ്ണടുത്ത് UDF, ഒരിടത്ത് മാത്രം NDA വിജയിച്ചു എന്നാണ് കരുതാൻ കഴിയുന്നത്. അതായത് പാലക്കാടാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ 14 എണ്ണത്തിൽ 6 ഇടത്ത് LDF, 7 ഇടത്ത് UDF. അപ്പം നെക്ക് ടു നെക്ക് ഫൈറ്റ് സംസ്ഥാന തലത്തിൽ ഒട്ടാകെ LDFും UDFും തമ്മിൽ കാഴ്ചവെക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 152 എണ്ണത്തിൽ 66 ഇടത്ത് LDF, 75 ഇടത്ത് UDF എന്ന കണക്കുകൾ. ഗ്രാമപഞ്ചായത്തുകളിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് 941 367 ഇടത്ത് LDF ആണെങ്കിൽ 387 ഇടത്ത് UDF ഉണ്ട്. 31 ഇടത്ത് ഇപ്പോൾ BJP ലീഡ് ചെയ്യുന്നു. നോക്കൂ, സംസ്ഥാനത്ത് ആന്റി ഇൻകംബൻസി വികാരം ഉണ്ട്, തീർച്ചയാണ്. അതായത് ഇപ്പോൾ പല സ്ഥാനാർത്ഥികളെ പറ്റി പറഞ്ഞാലും അതായത് ജനങ്ങൾ എവിടെ അടിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. ജനങ്ങൾ കൃത്യമായി അടിച്ചു. LDFന് പ്രഹരമേൽക്കുന്ന ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഇലക്ഷന്റെ റിസൾട്ടുകൾ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാറി മാറി പറയുകയാണ് ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല. പക്ഷേ ജനം പറഞ്ഞിരിക്കുന്നു ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത്. അതായത് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചത് അത് ബലവത്തായില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്ന കണക്കുകൾ. സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ ബലവത്തായില്ല. നമ്മളിവിടെ ആന്റി ഇൻകംബൻസി സംസ്ഥാനത്ത് ഉണ്ട് എന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് പറയുമ്പോൾ ഇവർ പറയുന്നു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ LDFന് കനത്ത പ്രഹരം. തിരുവനന്തപുരം പോലൊരു ജില്ലയിൽ കോർപ്പറേഷൻ പോവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അവിടെ ആരൊക്കെയാണ് വരുന്നത്? BJPയുടെ അവിടെ VV രാജേഷ് ജയിച്ചു കഴിഞ്ഞു. അതേപോലെ ശ്രീലേഖ IPS ജയിച്ചു കഴിഞ്ഞു. ആരാണ് ഇനി മേയർ സ്ഥാനാർത്ഥി എന്ന് അവിടെ പിന്നെ CPMന്റെ SP ദീപക് ഉൾപ്പെടെയുള്ളവർ ജയിച്ചിരുന്നു. നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ലീഡ് ചെയ്ത് BJPയുടെ കാര്യം പറയുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു ഇത് ജയിക്കുമെന്ന്. അന്ന് നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ നമ്മൾ പറയുകയുണ്ടായി. സുരേഷ് ഗോപി എടുക്കുമെന്ന് പറഞ്ഞു, എടുത്തു. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഫലവത്തായി എന്ന് വേണം പറയാൻ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത്. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, കൊച്ചി കോർപ്പറേഷൻ ആദ്യഘട്ടം മുതൽ ഇപ്പോൾ വരെ ഞാൻ പറയുന്നു UDF തൂക്കും. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വം ഏത് കോർപ്പറേഷനേക്കാളും ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ UDF ജയിക്കുമെന്ന് വിലയിരുത്തിയിരുന്നു. അതിലേക്ക് തന്നെയാണ് VD സതീശൻ നേരിട്ട് മേൽനോട്ടം വഹിച്ചിരുന്നൊരു കോർപ്പറേഷൻ നിലയിൽ ജയിച്ചു കഴിഞ്ഞു. അവിടെ പ്രതീക്ഷിച്ച 2-3 സ്ഥാനാർത്ഥികൾ തോറ്റെങ്കിലും മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കേൾക്കാൻ കഴിയുന്ന ദീപ്തി മേരി വർഗീസിനെ പോലുള്ളവർ ജയിച്ചു കയറിയിരിക്കുന്നു. UDF കൊച്ചി കോർപ്പറേഷൻ തൂക്കുമെന്നുള്ളത് അരക്കിട്ടുറപ്പിച്ച ഒരു വിലയിരുത്തലായിരുന്നു നമ്മളുടേത്. അത് ആദ്യഘട്ടം തൊട്ട് തന്നെ നമ്മളത് അതിൽ തന്നെ ഉറച്ചു നിന്നു. നമ്മൾ അത്രയും ഗ്രൗണ്ട് റിയാലിറ്റിയിലാണ് വർക്ക് ചെയ്തത്. ഗ്രൗണ്ട് റിയാലിറ്റി വെച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ എവിടെയാണ് LDFന് പാളിയത്? LDFന്റെ ആത്മവിശ്വാസം എവിടേക്കോ തട്ടുകേട് സംഭവിച്ചിട്ടുണ്ട്. വരുന്ന 6 മാസക്കാലം, അതായത് കോൺഗ്രസ് കേരളത്തിൽ വേരറ്റ് പോയിട്ടില്ല, കോൺഗ്രസിനെ കാക്കാൻ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുണ്ട് എന്ന് അടിവരയിടുന്ന റിസൾട്ടുകളാണ്. ഇടതുപക്ഷം ചോദിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളില്ലെങ്കിൽ പിന്നെ ആര്, നിങ്ങളെ നയിക്കാൻ വേറെ ആരുണ്ട് എന്നുള്ളത് 2020 ഉറപ്പിച്ചു കഴിഞ്ഞു. 2026 തുടർ ഭരണം ഉണ്ടാകുമോ എന്നൊരു സംശയം. നേരത്തെ LDF 3.0 അല്ലെങ്കിൽ പിണറായി 3.0 എന്നൊക്കെ പറയുന്നിടത്ത് നിന്നും UDF വരുന്നു. UDFന്റെ തിരിച്ചുവരവ് കാണിക്കുന്നു. വൈഷ്ണ ജയിക്കുന്നു, ശബരിനാഥ് ജയിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 58 ഡിവിഷനുകൾ എണ്ണിക്കഴിയുമ്പോൾ 13 കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. അപ്പോൾ വലിയ സന്ദേശം സംസ്ഥാനമാകെ. നമ്മളിപ്പോൾ ഇന്നലെ 3-3 എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായി 4 കോർപ്പറേഷൻ, അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞു കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന രാഷ്ട്രീയ ചാണക്യന്റെ ബുദ്ധികൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടറിയേണ്ടത്. അതും കൂടെ അതിന്റെ വിലയിരുത്തൽ കൂടിയായിരിക്കണം
കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അട്ടിമറി സാധ്യതകളുണ്ട്. കണ്ണൂരിൽ ലീഡ് ചെയ്യുന്നു. തൃശ്ശൂരിൽ ഇന്നലെ എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് പറയാണ്, തൃശ്ശൂരിൽ നിങ്ങൾ UDF ജയിക്കുമെന്ന് എന്തർത്ഥത്തിലാണ് പറഞ്ഞത്? അവിടെ ഉണ്ട ജയിക്കുമെന്ന് പറയുന്ന സുഹൃത്തിന് ഞാനിത് സമർപ്പിക്കുന്നു. അവിടെ UDF ജയിക്കുമെന്ന് നമ്മൾ പറഞ്ഞു, UDF ജയിച്ചിരിക്കും. അതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. തൃശ്ശൂരിൽ BJPക്ക് ഒരു ചെറിയ സ്വാധീനം ഉണ്ടാകുമെന്ന് നമ്മൾ അപ്പോഴും പ്രവചിച്ചിരുന്നു. എന്നാലും UDFനൊപ്പമായിരിക്കും ജനം നിൽക്കുന്നത്. നമുക്ക് ഉറച്ച വിശ്വാസം. ട്രെൻഡ് UDFന് അനുകൂലമായി മാറുന്നു. അതായത് ജില്ലാ പഞ്ചായത്തുകൾ നെക്ടു 6-7 എന്ന് പറയുന്ന നെക്ക് ഫൈറ്റിലേക്ക് വരുന്നു. കോർപ്പറേഷനുകൾ കൈവിടുന്നു. അതായത് കേഡർ വോട്ടുകൾ പോൾ ചെയ്യുന്ന ഇടം പോലും LDFനെ പിന്തുണയ്ക്കുന്നില്ല. അതായത് LDFന്റെ ആത്മവിശ്വാസം അതിര് കടന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ അവരുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എവിടെയൊക്കെ പാളിപ്പോയി. പക്ഷെ കൃത്യമായി അടിത്തട്ടിലേക്ക് ഇറങ്ങി. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും തമ്മിൽ തള്ളി ഉണ്ടായിരുന്നെങ്കിലും സീനിയർ നേതാക്കൾ നോക്കൂ, K. സുധാകരൻ, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാൻ, VD സതീശൻ, K. മുരളീധരൻ ഉൾപ്പെടെ സീനിയർ നേതാക്കന്മാർക്ക് ചുമതല കൊടുത്തുകൊണ്ട് അവർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചത്. അതായത് രാഹുൽ രവീന്ദ്രനെ ഈ ഘട്ടത്തിൽ ഓർക്കാതിരിക്കുക. രാഹുൽ രവീന്ദ്രൻ എപ്പോഴും പേഴ്സണലി എൻ്റെ അടുത്ത് പറയുകയാണ്, കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കാൻ ശ്രമിച്ചാൽ ഇവിടെ ആർക്കും തടക്കാൻ കഴിയില്ല എന്ന് ഇവിടെ തെളിയിക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയാണ്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, പൊളിറ്റിക്കൽ വോട്ടുകൾ ക്രോഡീകരിക്കുന്നത് ഇവിടെയാണ്. ജില്ലാ പഞ്ചായത്തുകൾ ക്ലിയർ ഇൻഫർമേഷൻ. അതായത് പലരും തോൽക്കുമെന്ന് കരുതിയിരുന്ന, അതായത് നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ നബീൽ, അതേപോലെ കൊല്ലത്തെ മീര ടീച്ചർ, ഇവരെല്ലാം വലിയ ഭൂരിപക്ഷത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. അതേപോലെ തിരുവനന്തപുരം ജില്ലയിലെ പലയിടങ്ങളിലും LDF സ്വാധീനമുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും സംസാരിക്കുമ്പോൾ തന്നെ ലീഡ് നിലയാണ് നമ്മൾ പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും മുന്നേറ്റം നമുക്ക് പറയാതിരിക്കാൻ പോലും കഴിയില്ല. നമ്മളുടെ ഒരു അനലൈസിലേക്ക് എത്തും. അതായത് 3 LDF എത്തും, 2 കോൺഗ്രസും, 1 BJP ഒതുങ്ങുമെന്നുള്ള സാധ്യതകളാണ് ഇപ്പോൾ വരുന്നത്. BJPയുടെ സാധ്യതകൾ നമ്മൾ ആദ്യ ഘട്ടത്തിൽ തള്ളുക. നമ്മൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു, നെക്ക് ഫൈറ്റ് വരുന്നത് അവിടെ CPM ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തുമാണ്. അത് കറക്റ്റ് ആയിട്ട് തന്നെ വന്നു. തിരുവനന്തപുരത്ത് ത്രികോണ മത്സരം ശക്തമായി വന്നു. BJP ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നി അത്ര സ്വാധീനം ചെലുത്തില്ലായിരിക്കും, ത്രികോണ മത്സരം ഇല്ല എന്നൊരു ഘട്ടത്തിൽ ഞാൻ വിചാരിച്ചിരുന്നു. എങ്കിൽ പോലും ആ ഘട്ടത്തിലേക്ക് BJP ഉയർന്നു എന്ന്. അല്ല, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് BJPയും CPMും തമ്മിലുള്ള നെക്ക് ഫൈറ്റ്. 13 സീറ്റുകൾ ഇപ്പോൾ UDFനുണ്ട്. ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പുകൾ. ഇത് ആരുടെ വിജയമെന്ന് ചോദിച്ചാൽ UDFന്റെ സീനിയർ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ കഴിയും. എല്ലാ ജില്ലകളുടെയും ചുമതലകൾ സീനിയർ നേതാക്കൾ എല്ലാവരും ഏറ്റെടുത്ത് എണ്ണയിട്ട യന്ത്രം പോലെ ഭംഗിയായി നിർവഹിച്ചു. അതായത് എല്ലാ കാലത്തും LDFന് എഡ്ജ് കിട്ടുന്ന 2020 തെരഞ്ഞെടുപ്പൊക്കെ മേയ്ക്ക് ഓർമ്മയുണ്ടാകും. CPM തേരോട്ടമായിരുന്നു, LDF തേരോട്ടമായിരുന്നെങ്കിൽ കേരളത്തിലെ 10 വർഷത്തിനുള്ളിൽ കോൺഗ്രസ് മരിച്ചു പോകുമെന്ന് കേരളത്തിലെ ജനങ്ങൾ അതിപ്പോ CPMന് ഭരണവിരുദ്ധ വികാരം CPMന് ഇഷ്ടമല്ലാത്തല്ല. CPMന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പരാജയപ്പെട്ടോ എന്നൊരു ചോദ്യമുണ്ട്. പാർട്ടിക്കുള്ള പടലപ്പിണക്കങ്ങൾ പരാജയത്തിലേക്ക് നയിച്ചുകൊണ്ട് പല ജില്ലകളിലും അതായത് ഇഷ്ടക്കാരെ തിരികെ കയറ്റിയോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. പക്ഷേ എന്നാലും CPMനെ വെറുക്കുന്നില്ലെങ്കിലും UDFനെ കാക്കണം, UDFനെ കാത്തേ മതിയാവും. CPMനെ വെറുക്കുന്നില്ല എന്ന് അവിടെ പറയാൻ കഴിയില്ല. അതായത് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് ആ ഒരു ഘട്ടത്തിൽ UDFനെ ചേർത്ത് നിൽക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഉണ്ട്. ഇവിടെ കോൺഗ്രസിനെ കാക്കാൻ എന്നുള്ളത്, കാത്തു നിർത്താനുള്ളത്, കാത്തു സംരക്ഷിക്കാൻ എന്നുള്ളത് ഈ ഇലക്ഷൻ സ്റ്റേറ്റ്മെന്റുകളിലൂടെ പറയാതെ ഇരിക്കാൻ കഴിയില്ല.